ഗുഡ് മോർണിംഗ് എവരിബഡി. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വിജയനഗര അഡ്മിനിസ്ട്രേഷൻ, പവർ സ്ട്രക്ചർ ആൻഡ് വാർലോഡിസം. വിജയനഗര ഭരണ സംവിധാനം, അധികാര ഘടന, വാർലോഡിസം അഥവാ നായങ്കര സിസ്റ്റം. വിജയനഗര ഭരണം ഒരു സുസംഘടിതമായ ഒരു ഭരണ സംവിധാനമാണ് വിജയനഗരയിൽ ഉണ്ടായിരുന്നത്. രാജാവ് എല്ലാ അധികാരങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഭരണപരമായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളുടെയും തലവൻ രാജാവാണ്. രാജാധിപത്യത്തിന്റെ പൊതു സവിശേഷത എന്ന് പറയുന്നത് രാജാവാണ് ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിന്റെയും പാർലമെന്റിന്റെയും അധിപൻ. അത് വിജയനഗര സാമ്രാജ്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. രാജാവിനെ ഭരണകാര്യത്തിൽ സഹായിക്കുന്നതിനായി ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. രാജ്യത്തെ ഭരണ സൗകര്യത്തിന് വേണ്ടി പല പ്രവിശ്യകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. നായക് ഓർ നായക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗവർണറാണ് പ്രവിശ്യ സർക്കാരിന്റെ തലവൻ. ഏറ്റവും ചെറിയ ഭരണ ഘടകം ഗ്രാമങ്ങളാണ്, വില്ലേജാണ്. അവിടെ അധികാരം കൈയാളിയിരുന്നത് അവിടുത്തെ കണക്കുകൾ നോക്കുന്ന അക്കൗണ്ടന്റ്, വാച്ച്മാൻ, പുരോഹിതൻ, ഗ്രാമമുഖ്യൻ, ഇങ്ങനെയുള്ള പാരമ്പര്യമായിട്ട് അധികാരം കൈമാറി വരുന്ന ഒരു ഗ്രൂപ്പ് ആളുകളാണ് ഗ്രാമങ്ങളിൽ അവിടുത്തെ ഭരണം നടത്തിയിരുന്നത്. ഇനി അതിന്റെ ഘടന അഥവാ ഭരണ സംവിധാനം എങ്ങനെയാണ്, അധികാര ഘടന എന്തായിരുന്നത്? രാജ്യത്തിലെ അധിപൻ എംപററാണ്. രാജ്യത്തെ വിവിധ പ്രവിശ്യകളായിട്ട് തരംതിരിച്ചു. പ്രവിശ്യകൾ രാജ്യ, മണ്ഡല എന്ന പേരിലൊക്കെ പല പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. പ്രവിശ്യകളുടെ അധിപൻ നായക് അല്ലെങ്കിൽ മണ്ഡലേശ്വര എന്ന് അറിയപ്പെടുന്നു. ഗവർണറുടെ സ്ഥാനമാണ് ഇവർക്കുള്ളത്. പ്രവിശ്യകളെ ചിലപ്പോൾ നാടു എന്ന് വിളിക്കും, അല്ലെങ്കിൽ പ്രവിശ്യകളെ ഉപവിഭാഗം നാടു എന്നറിയപ്പെടാറുണ്ട്. നാടുവിലും പലപ്പോഴും നായക് എന്ന് പറയുന്ന ഒരു ചീഫ് വാരിയർ ആണ് അവിടെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ചില പ്രവിശ്യകളിൽ പാലേഖാർ, പൊളിഗാർ എന്ന പേരിലുള്ള പദവി ഉള്ള ചീഫുമാരും ചില പ്രദേശങ്ങളിലുണ്ട്. ഏറ്റവും ചെറിയ ഭരണഘടകം ഗ്രാമമാണ്. ഗ്രാമത്തില് നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമമുഖ്യൻ, അങ്ങനെയുള്ള അയഗാർമാർ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരാണ് ഗ്രാമത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ആളുകൾ. ഇനി ഭരണകാര്യത്തില് രാജാവിനെ സഹായിക്കാനും ഉപദേശിക്കാനും ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാര് പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. മഹാമന്ത്രി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്, പ്രധാന മന്ത്രിയാണ്. അതോടൊപ്പം പ്രധാനി, ഉപപ്രധാനി എന്നൊക്കെ അറിയപ്പെടുന്നത് മന്ത്രിമാർ. പ്രശസ്ത ചരിത്രകാരനായിട്ടുള്ള ടി.വി. മഹാലിംഗം അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ ലൈഫ് അണ്ടർ വിജയനഗര എന്ന ഗ്രന്ഥത്തിൽ നിരീക്ഷിക്കുന്നത് ഒരു മന്ത്രിയാവുന്ന ആൾ ഒരു പണ്ഡിതനായിരിക്കണം, സ്കോളർ ആയിരിക്കണം, ധർമ്മശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളായിരിക്കണം, രാജ്യതന്ത്രത്തിൽ ഭരണ പാഠവമുള്ള അറിവുള്ള ആളായിരിക്കണം, അതോടൊപ്പം 50-നും 70-നും ഇടയിൽ പ്രായമുള്ള ആളും ആരോഗ്യവാനുമായിരിക്കണം എന്ന നിർദ്ദേശം വിജയനഗര കാലഘട്ടങ്ങളിൽ ഉള്ളതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം വിജയനഗര സെക്രട്ടേറിയറ്റ്, രാജാവിന് അല്ലെങ്കിൽ രാജഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സെക്രട്ടേറിയറ്റ്, അത് അറിയപ്പെടുന്നത് രായസം എന്ന പേരിലാണ്. അത് രായസ്വാമി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇനി പ്രാദേശിക ഭരണ സംവിധാനം അഥവാ ഗ്രാമ സംവിധാനം. ഗ്രാമങ്ങളാണ് ഭരണത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം എന്ന് നമ്മൾ പറഞ്ഞു. ഗ്രാമങ്ങൾ സെൽഫ് സഫിഷ്യന്റ് ആയിരുന്നു, സ്വയം പര്യാപ്തമായിരുന്നു. ഗ്രാമസഭകളാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഗ്രാമത്തിലെ ഉദ്യോഗസ്ഥർ അയഗാർമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അയഗാർ സിസ്റ്റം എന്ന് പറയുന്നത് വിജയനഗര പ്രാദേശിക ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ്.
അയഗാർമാർ എന്ന് പറയുന്നത് ഗ്രാമത്തിലെ ചുമതലകൾ നിർവഹിക്കുന്നവരാണ് അയഗാർമാർ, അഥവാ ഗ്രാമമുഖ്യൻ, റെഡ്ഡി ഗൗഡ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഗ്രാമമുഖ്യൻ, ദെൻ കർണം അല്ലെങ്കിൽ അക്കൗണ്ടന്റ്, വാച്ച്മാൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് അയഗാർമാർ എന്ന് പറയുന്നത്. അവർക്ക് ഗ്രാമങ്ങളിൽ ഭൂമി, നികുതി രഹിത ഭൂമി നൽകിയിരുന്നു. ഇത്തരം ഭൂമി മറ്റു ചില ഉദ്യോഗസ്ഥന്മാരെ, ഗ്രാമത്തിൽ പ്രവർത്തിച്ചിരുന്ന അലക്കുകാരൻ, പുരോഹിതൻ, മൺപാത്ര നിർമ്മാതാക്കൾ, ഇരുമ്പ് പണിക്കാരൻ, മരപ്പണി അഥവാ കാർപ്പന്റർ തുടങ്ങിയ വിഭാഗങ്ങൾക്കെല്ലാം നൽകപ്പെട്ടിരുന്നു. ആ ഒരു സമ്പ്രദായത്തെയാണ് അയഗാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ അഥവാ നികുതി ഭരണം എങ്ങനെയാണെന്ന്. നികുതി ഭരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നികുതി ഭൂനികുതിയാണ്. ലാൻഡ് റവന്യൂ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം. അത് ടോട്ടൽ ഒരു കർഷകന്റെ മൊത്തം വരുമാനത്തിന്, മൊത്തം ഉൽപ്പന്നത്തിന്റെ 1/6 മുതൽ 4/1 വരെ നികുതിയായിട്ട് രാഷ്ട്രത്തിന് കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം എമൗണ്ട് നികുതിയായിട്ട് പിരിച്ചെടുത്തിരുന്നു. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും അതിന്റെ ഫലഭൂയിഷ്ഠതയുടെ അടിസ്ഥാനത്തിൽ നികുതി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. കൃഷി പ്രധാന പരിഗണന നൽകപ്പെട്ടിരുന്നു വിജയനഗര കാലഘട്ടത്തിൽ. ജലസേചന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി കനാലുകളും ഡാമുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട എക്സ്പെൻഡിച്ചർ അഥവാ പ്രധാനപ്പെട്ട ചെലവുകൾ വിജയനഗര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, ഒന്ന് സൈന്യത്തിന്റെ പരിപാലനമായി, മെയിൻ്റനൻസ് ഓഫ് ആർമി. 2 ക്ഷേത്രങ്ങൾക്കുള്ള ദാനം, ഗ്രാൻഡുകൾ, ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയുള്ള ധനവിനിയോഗം, ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിലെ ദൈനംദിന ചെലവുകൾ ഫേസ് ചെയ്യുന്നതിനൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ചെലവ് വിജയനഗര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മൂന്നാമത്തേത് ജലസേചന, പൊതുമരാമത്ത് നിർമ്മാണങ്ങളൊക്കെയാണ് മൂന്നാമത്തെ ചെലവ് രൂപം. ഇനി സൈനിക ആർമിയെ കുറിച്ച് പറയുമ്പം പലതരത്തിലുള്ള ആർമി വിങ്ങുകൾ വിജയനഗരയിൽ ഉണ്ടായിരുന്നു. കാലാൾപ്പട, അശ്വസൈന്യം, കവൽറി, ആനപ്പട എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് വിജയനഗര സൈന്യം. സൈന്യത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് സൈനിക മേധാവി, കമാൻഡർ ഇൻ ചീഫ് ആണ്. അതിന്റെ പരമസ്ഥാനം, സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിന് തന്നെയാണ്. ഇനി ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, നീതിന്യായ ഭരണം എങ്ങനെയാണ്? നീതിന്യായ ഭരണത്തിന്റെയും തലവൻ രാജാവാണ്. അതുകൊണ്ട് തന്നെ മുഖ്യ ജഡ്ജി, അവസാനത്തെ അപ്പീൽ കോടതിയൊക്കെ രാജാവ് തന്നെയായിരുന്നു. തെറ്റുകുറ്റങ്ങൾക്കൊക്കെ കർശന ശിക്ഷകൾ നൽകിയിരുന്നു. നിയമലംഘനം നടത്തുന്നവർക്ക് കനത്ത പിഴ ചുമത്തിയിരുന്നു. കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ അദ്ദേഹം കർശനമായിട്ട് ഈ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി വിജയനഗര ഭരണ സംവിധാനവുമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സമ്പ്രദായമാണ് അമരനായക സിസ്റ്റം, അല്ലെങ്കിൽ നായങ്കര സിസ്റ്റം, അമരം സിസ്റ്റം, അമരനായങ്കര സിസ്റ്റം എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അല്ലെങ്കിൽ വാർലോഡിസം എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ്. വിജയനഗര രാഷ്ട്രീയ ഭരണ സംവിധാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഈ സമ്പ്രദായം. നായക് എന്ന് പറഞ്ഞാൽ സൈനിക മുഖ്യൻ, പടയാളി എന്നൊക്കെയാണ്. അപ്പൊ ഇവർക്ക് ഈ നായകന് നികുതി അധികാരത്തോടെ ഭൂമി നൽകപ്പെട്ടിരുന്നു. അങ്ങനെ നൽകുന്ന ഭൂമിയെയാണ് അമര അല്ലെങ്കിൽ അമരം എന്നറിയപ്പെട്ടിരുന്നത്. പോർച്ചുഗീസ് സഞ്ചാരിയായിട്ടുള്ള ഫെർണാവോ നൂണിസ്, അതുപോലെ തന്നെ ഡൊമിംഗോ പിയേഴ്സ്, ഡൊമിംഗോ പയസ് എന്നിവര് ഈ സമ്പ്രദായത്തെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അവരുടെ ആ സഞ്ചാരക്കുറിപ്പുകളിൽ ഈ സിസ്റ്റത്തെ കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. DC സർക്കാർ ആൻഡ് TV മഹാലിംഗം അവര് നായങ്കര സിസ്റ്റത്തെ കുറിച്ച് അവരുടെ ഒരു കാഴ്ചപ്പാട്, വിജയനഗര നായക് എന്ന് പറയുന്നത് പടയാളികളാണ്. അവർക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ സൈനിക സേവനം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം നൽകപ്പെട്ടിരുന്നു. അവരുടെ നിയന്ത്രണത്തിലാണ് ഒരു ചെറു സൈന്യത്തെ അവർ നിലനിർത്തേണ്ടിയിരുന്നു. അതിന് പകരമായിട്ട് നൽകപ്പെടുന്ന ഭൂമി, അല്ലെങ്കിൽ ഈ ചെറു സൈന്യത്തെ നിലനിർത്താൻ ആവശ്യമായ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ നായകന്മാർക്ക് നൽകപ്പെടുന്ന ഭൂമിയാണ് അമരം. ആ ഭൂമിയുടെ നികുതി പിരിക്കുകയും നികുതി തീരുമാനിക്കുകയും അത് ചെലവഴിക്കുകയും ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം ഈ നായകന്മാർക്കാണുള്ളത്.
ഈ സമ്പ്രദായമാണ് നായങ്കര സിസ്റ്റം, അമരം സിസ്റ്റം, അമരനായങ്കര സിസ്റ്റം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഇനി വിജയനഗര സാമ്രാജ്യത്തിന്റെ അധപ്പതനം പ്രധാനമായും ബാറ്റിൽ ഓഫ് തളിക്കോട്ട യുദ്ധത്തോടു കൂടി 1565 തളിക്കോട്ട യുദ്ധമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അവസാനത്തെ രാജവംശമായിട്ടുള്ള ആരവീഡു ഭരണാധികാരികൾ ദുർബലരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശക്തമായിട്ടുള്ളൊരു സാമ്രാജ്യത്തെ കേന്ദ്ര ഭരണത്തിൽ നിലനിർത്താൻ ഈ ഭരണാധികാരികൾക്കൊന്നും കഴിഞ്ഞില്ല. അത് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കാരണം കൊണ്ട് തന്നെ പ്രാദേശിക ഘടകങ്ങളെല്ലാം അല്ലെങ്കിൽ പ്രാദേശിക ഘടകങ്ങൾ എന്ന് പറയുന്ന നാടുകൾ, ബർട്ടൻസ്റ്റൈൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ ഓട്ടോണമി ഉണ്ടായിരുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ സ്വതന്ത്ര രാജ്യമായിട്ട് മാറി, അവർ സ്വതന്ത്രമായി മാറി. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ബാമനി സുൽത്താനേറ്റിലെ വിവിധ രാജവംശങ്ങൾ അല്ലെങ്കിൽ വിവിധ സുൽത്താനേറ്റുകൾ, ബിജാപൂരിലെയും കോൽക്കണ്ടയിലെയും ഒക്കെയുള്ള ആളുകൾ സംയുക്തമായി വിജയനഗരെ ആക്രമിക്കുകയും അതിൽ വിജയനഗര സാമ്രാജ്യം പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നീട് സാവകാശം അത് അതിന്റെ ശക്തി ക്ഷയിച്ചു വരികയുമാണ് ഉണ്ടായത്.